നടന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ, തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തിന്റെ രൂപത്തിലെടുത്താൽ തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്, വർഗസമരമാണ്, ക്ലാസ് സ്ട്രഗിൾ. അതൊരു വലിയ രൂപത്തിൽ നാം വിശേഷിപ്പിക്കുമ്പോൾ ഇപ്പൊ നടന്നത് കേരളത്തിൽ ഒരു യുദ്ധമായിരുന്നു, ബാലറ്റായിരുന്നു യുദ്ധത്തിന്റെ ആയുധങ്ങൾ. അത് തന്നെയാണ് ആഗോളതലത്തിലും മറ്റൊരു യുദ്ധം, അത് ആയുധം ഉപയോഗിച്ചാണ് സാമ്രാജ്യത്വം ക്ഷണിച്ചു വരുത്തിയ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടിന്റെയും പശ്ചാത്തലത്തിൽ മെയ് ദിനം നടക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു ദശാബ്ദക്കാലമായി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ആസ്വദിച്ചറിഞ്ഞിട്ടുള്ള ഒരു ജനതയാണ് ഇന്ന് ഈ നാട്ടിലും കേരളത്തിലാകെയുമുള്ളത് എന്ന് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ഒരു പ്രദേശത്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നിരവധി വീടുകളിൽ സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ പോയ ആളാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഗവൺമെന്റിനെതിരായി ഒരു വികാരം ഉയർന്നു വന്ന് ഒരാളും ഒരു വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ രംഗത്തും മികവാർന്ന രൂപത്തിൽ മുന്നോട്ട് പോയി പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ ഒരുപക്ഷെ ഏതാണ്ട് 4000 രൂപ വെച്ച് ഏപ്രിൽ മാസത്തിൽ 2 മാസത്തെ ഒന്നിച്ച് പെൻഷൻ കിട്ടിയ ഒരു കാലഘട്ടം ഈ കാലഘട്ടമായിരുന്നു. വീടുകളിലിരിക്കുന്ന നമ്മുടെ അമ്മമാർക്ക് 35 വയസ്സിനും 60 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും നമുക്ക് ലഭ്യമായി. അവർ അപേക്ഷിച്ചവർക്കൊക്കെ 1000 രൂപ പ്രകാരം അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അത് കൃത്യമായി ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത. അതുപോലെ തന്നെ കണക്ട് വർക്ക് എന്ന രൂപത്തിൽ സ്കോളർഷിപ്പ് പരിപാടി ചെറുപ്പക്കാർക്ക് 1000 രൂപ വെച്ച് ലഭിച്ചു തുടങ്ങിയ സന്ദർഭമായിരുന്നു. നമ്മുടെ പിന്നോക്കം നിന്നിരുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ കാലോചിതമായ വർധന വരുത്തി. അത് അംഗൻവാടിയായിരുന്നാലും ആശയായിരുന്നാലും അതല്ല ഹരിതകർമ്മസേനയായിരുന്നാലും തൊഴിലുറപ്പായിരുന്നാലും അവരുടെ എല്ലാം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ മുന്നോട്ട് വന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ക്ഷേമനിധി ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ എല്ലാ നിലയിലും അധ്വാനിക്കുന്നവരുടെ വികാരങ്ങൾക്ക് രൂപവും ഭാവവും നൽകി ഈ കേരളത്തിലെ എല്ലാ മേഖലയെയും സ്പർശിച്ചുകൊണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ കൂടുതൽ നൽകിയായിരുന്നു സംസ്ഥാനത്തെ ബഡ്ജറ്റും വന്നിട്ടുണ്ട്. പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ നടപ്പാക്കിയ ഒരു ഗവൺമെന്റ്. വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന പ്രവർത്തനങ്ങൾ, മലയോര ഹൈവേ ആയിരുന്നാലും തീരദേശ ഹൈവേ ആയിരുന്നാലും കൊച്ചി മെട്രോ ആയിരുന്നാലും വാട്ടർ മെട്രോ ആയിരുന്നാലും K4 ആയിരുന്നാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായിരുന്നാലും ഇതെല്ലാം നമ്മുടെ നാടിന്റെ നാനാതരത്തിലുള്ള വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത ഉള്ളടക്കങ്ങളാണെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. എല്ലാ രംഗത്തും നാം കൈവരിച്ച അഭിമാനകരമായ നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നത്. ഈ രംഗത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് അത്തരത്തിൽ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളിൽ ഇന്ന പോരായ്മയുണ്ടെന്ന് പറയാൻ ഒരാൾക്കും സൃഷ്ടിപരമായ വിമർശനങ്ങൾ ഉയർത്താൻ അവസരം കൊടുത്തിരുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ഈ രംഗത്ത് സ്വീകരിച്ചത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചും വർഗീയതയെ കൂട്ടുപിടിച്ചും ഈ രാജ്യത്തിന്റെ മുമ്പാകെ അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണ രൂപമായിരുന്നു അവർ ഉയർത്തിക്കൊണ്ടുവന്നത്. അത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആ പ്രചരണങ്ങൾക്കൊന്നും കേരളീയ സമൂഹം വിലകൽപ്പിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇപ്പോൾ 4-ാം തീയതി വരാൻ പോവുകയാണ്. 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഈ രംഗത്ത് നാം പ്രതീക്ഷിക്കുന്നു നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ 3-ാം ഊഴത്തിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു സംശയമില്ല എന്നുള്ള കാര്യമാണ് എടുത്തു സൂചിപ്പിക്കാറുള്ളത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ചില കൂട്ടരെല്ലാം ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടു, നമ്മളെല്ലാം പത്രങ്ങളിൽ വായിച്ചു, ചാനലുകൾ കണ്ടു, അവരെല്ലാം എക്സിറ്റ് പോളുമായി വന്നിരിക്കുന്നു. എന്താണ് ഈ എക്സിറ്റ് പോളിൽ നമ്മൾ കണ്ട അനുഭവങ്ങൾ? കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ആ എക്സിറ്റ് പോളിൽ ഒരു പ്രമുഖമായ മാധ്യമം അതിന്റെ എക്സിറ്റ് പോൾ പ്രസിദ്ധീകരിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ 20-ൽ താഴെ MLA നമ്മൾ പരാജയപ്പെടുമെന്നാണ് അവർ പ്രസിദ്ധീകരിച്ച എക്സിറ്റ് പോൾ വന്നത്. ആ എക്സിറ്റ് പോളിൽ പരാജയപ്പെടുന്നവരെന്ന് പറഞ്ഞിരുന്ന മണിയാശാൻ ഉണ്ടായിരുന്ന ഉടുമ്പൻചോലയിൽ പരാജയപ്പെടുന്നു പറഞ്ഞ മണിയാശാൻ 37,000 വോട്ടിനാണ് പരാജയപ്പെടുമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഉടുമ്പൻചോലയിൽ ജയിച്ചതെങ്കിൽ എക്സിറ്റ് പോൾ എവിടെ, ആ സ്ഥാനാർത്ഥിയുടെ ജയം എവിടെ എന്ന് നിങ്ങൾ കണ്ടാൽ മതി. ബേപ്പൂരിൽ മത്സരിച്ച മുഹമ്മദ് റിയാസ്, അദ്ദേഹം തോൽക്കുമെന്നാണ് അവർ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ 19,000-ൽ പരം വോട്ടിനാണ് അദ്ദേഹം അവിടെ ജയിച്ചത്. എക്സിറ്റ് പോളിലൂടെ ആ സ്ഥാനാർത്ഥിയുടെ ജയമെവിടെ, അദ്ദേഹം ജയിച്ചു, മന്ത്രിയായി, അദ്ദേഹം തോക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറഞ്ഞത്. കായംകുളത്ത് പ്രതിഭ തോക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അവർ 1000-കണക്കിന് വോട്ടുകൾ വലിയ രൂപത്തിൽ ഭൂരിപക്ഷം നേടി അവർ വിജയിച്ചു. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് തോക്കുമെന്നായിരുന്നു ആ കൂട്ടർ പറഞ്ഞിരുന്നത്. സച്ചിൻ ദേവ് 1000-കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. നമ്മൾ അങ്ങനെ നിരവധി MLA-മാരുടെ പേരെടുത്ത് പറയാം.
അപ്പൊ നിരവധി MLA-മാർ തോക്കുവെന്ന് കണക്കുകൂട്ടി നമ്മുടെ മുമ്പിൽ പ്രവചിച്ച എക്സിറ്റ് പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മിണ്ടാട്ടമില്ലാതായി മാറുന്ന രംഗം നമ്മൾ കണ്ടു. മറ്റൊരു കണക്ക് ഞാൻ പറയാം. അന്ന് പ്രസിദ്ധീകരിച്ച കണക്കുകാരും ചിലരെല്ലാം ഇടതുപക്ഷ മുന്നണി വരില്ല, ചിലർ വരുമെന്ന് പറഞ്ഞവരാകട്ടെ നമുക്ക് തന്ന സീറ്റുകൾ 75, 80, മാക്സിമം 85 വരെ. പക്ഷേ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നപ്പോ എങ്ങനെയായി? ഏറ്റവും അവസാനം കൂട്ടിയിട്ടുള്ള 85 തന്നെ കണക്കിലെടുക്കാം. 85, 4, 89, 99, 14 MLA-മാർ ഈ എക്സിറ്റ് പോളുകാരെക്കാൾ കൂടുതലായി കിട്ടി. 99 സീറ്റ് നേടി 2021 LDF അധികാരത്തിൽ വന്നു എന്നതാണ് യാഥാർത്ഥ്യത്തോടുകൂടിയ പ്രശ്നത്തെ കാണാൻ. അപ്പോ ഇത്തരം കാര്യങ്ങൾ എക്സിറ്റ് പോളും യാഥാർത്ഥ്യബോധവും തമ്മിൽ കേരളത്തെ സംബന്ധിച്ചോളം മുൻ അനുഭവങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ വസ്തുതാപരമല്ല എന്നും കണ്ടെത്താം. യഥാർത്ഥത്തിൽ നാം കാണുന്നത് ജനഹിതമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്നാണ് ജനാധിപത്യത്തിന്റെ സങ്കല്പം. അർത്ഥപൂർണമായി അത് നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ആധിപത്യത്തിൽ തന്നെ എടുക്കുമ്പോൾ ഏതാണ്ട് 99 മണ്ഡലങ്ങളിൽ 98 അൻവർ പോയി കഴിഞ്ഞപ്പോൾ 98ആയി. ആ 98 മണ്ഡലങ്ങളിലെ MLA-മാർ സാമാന്യം ഭേദപ്പെട്ട രൂപത്തിൽ മണ്ഡലങ്ങളിൽ അണിനിരന്ന വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരാം. ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വികസന പ്രശ്നങ്ങൾ അവർ മണ്ഡലത്തിൽ ചർച്ച ചെയ്ത് വരാം. അവർ ജനപ്രിയരായി മാറിയിട്ടുള്ള അത്രയും ആളുകൾ ഒരുമിച്ച് എന്തായിരുന്നാലും നമുക്ക് നഷ്ടപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതേപോലെ തന്നെ കേരളത്തിൽ LDF ഗവൺമെന്റ്, നമ്മൾ ആദ്യത്തെ ഗവൺമെന്റ് 600 കാര്യങ്ങളാണ് പറഞ്ഞത്. 570 നടപ്പാക്കിയപ്പോഴാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്. രണ്ടാമത്തെ ഗവൺമെന്റ് 900 കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മളേതാണ്ട് 880ഓളം കാര്യങ്ങൾ നടപ്പാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്. മാത്രമല്ല, ഈ മഹാഭാരതത്തിൽ 10 വർഷക്കാലം ഭരിക്കുമ്പോൾ ആ 10 വർഷക്കാലവും ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച ഈ മഹാഭാരതത്തിലെ ഏക ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചും ജനങ്ങളെ ചെയ്ത കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയും മുന്നോട്ട് പോയ ഒരു മുന്നണി ഭരണം മറ്റ് പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയ അവസ്ഥ കേരളത്തിൽ കഴിഞ്ഞ 1 ദശാബ്ദക്കാലമായി വർഗീയ സംഘർഷങ്ങളില്ലാത്തൊരു കാലഘട്ടം ഈ കേരളത്തിലായിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ 1 ദശാബ്ദക്കാലമായി പവർക്കെട്ടില്ലാത്ത സംസ്ഥാനം കേരളമായിരുന്നു. കഴിഞ്ഞ 1 ദശാബ്ദക്കാലമായി കേരളത്തിൽ നിങ്ങൾ കണ്ടു പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് ഈ വർഷത്തെ ഏതാണ്ട് പരീക്ഷ തീരുന്നതിന് തന്നെ 2 മാസം മുമ്പ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് 10 വർഷം മുമ്പ് കേരളത്തെ അന്ധകാരാവൃതമായ അവസ്ഥയിലേക്ക് നയിച്ചിരുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് നിങ്ങൾക്കറിയാം, പാഠപുസ്തകങ്ങൾ ഓണപരീക്ഷയ്ക്ക് ഓണം നേരത്തെ വന്നുകൊണ്ട് തരാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഗവൺമെന്റാണ് ഉണ്ടായിരുന്നത്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോലും പാഠപുസ്തകങ്ങൾ കൊടുത്തിരുന്നില്ല. മുന്നോർക്കും AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു നമ്മൾ പവർ കട്ട് ആസ്വദിച്ചത്. ഉച്ചയ്ക്ക് മുമ്പ് 1:30, ഉച്ച കഴിഞ്ഞ് 1:30, വൈകിട്ട് 1:30, 3.5 മണിക്കൂർ പവർ കട്ട്. മെഴുകുതിരി കത്തിച്ചും റാന്തരി കത്തിച്ചും എത്രയോ വലിയ ഇരുട്ടിൽ തപ്പിവരാണ് നമ്മൾ. ഈ 1 ദശാബ്ദക്കാലമായി ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾക്ക് കറണ്ടില്ലാതെ വന്നോ? ഏതെങ്കിലും ഒരു കണക്ഷൻ പീസ് പോയോ മറ്റു കാര്യങ്ങൾ കൊണ്ട് വന്നിട്ടില്ലാതിരിക്കാം. പക്ഷേ പവർ കട്ടിന്റെ ഭാഗമായി വന്നില്ല. കഴിഞ്ഞ 1 ദശാബ്ദക്കാലമായി അന്ധകാരാവൃതമായ അവസ്ഥയിൽ നിന്ന് പ്രകാശപൂർണമായ അവസ്ഥയിലേക്ക് നയിച്ച ഗവൺമെന്റാണ് ഈ കേരളത്തിൽ. നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഗവൺമെന്റാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ പരിപാലന രംഗത്ത് ആഗോള മാതൃക സൃഷ്ടിച്ച ഗവൺമെന്റാണ് ഈ കേരളം ഭരിക്കുന്നത്. 5,03,000-ഓളം വീടുകൾ സൗജന്യമായി വെച്ചുകൊടുത്തൊരു ഗവൺമെന്റാണ് ഈ കേരളം ഭരിക്കുന്നത്. 62 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുത്ത ഗവൺമെന്റാണ് ഈ കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു വലിയ സംഖ്യ കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. ഒരു 30 ലക്ഷം പേർക്ക് കൂടി വീട്ടമ്മമാർക്ക് കൃത്യമായി 1000 രൂപ വെച്ചുള്ള കുടുംബ ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. വീട്ടമ്മമാർക്ക് ഇതെല്ലാം ഈ നാട്ടിൽ കൃത്യമായി നടന്ന് ആർക്കും പരാതിയില്ലാതെ പരാതിരഹിതമായ ഒരു കേരളത്തെ കാലഘട്ടത്തിൽ പ്രദാനം ചെയ്യാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അങ്ങനെ എല്ലാ നിലയിലും കേരളത്തിൽ നിശ്ചയമായും ജനങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ പ്രകടനത്തെ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് നാം വിശ്വസിക്കുന്നത് നമ്മൾ എക്സിറ്റ് പോളല്ല, ജനവിധിയാണ് നാം വിശ്വസിക്കുന്നത്. ജനങ്ങൾ എന്താണോ പറയുന്നത് ആ ജനഹിതമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് വരട്ടെ, വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ ഇന്ന് വന്നിട്ടുള്ള എക്സിറ്റ് പോളിൽ എവിടെയും ഒരു തരംഗത്തിന്റെ പ്രചരണവുമില്ല. അതിന്റെ അർത്ഥം ഈ രംഗത്ത് നിശ്ചയമായും 2 ടേൺ 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റ് വീണ്ടും ഒരു ടേണിലേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ മറ്റ് സ്വീകാര്യമല്ലാത്ത സ്ഥിതിവിശേഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്കറിയാമല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ പെട്ടി നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെയല്ലേ ജനഹിതം തിരിച്ചറിയേണ്ടത്. അത്
അതിനു മുമ്പ് ഇപ്പം നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസുകാർ കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിലടി. അവർ സ്വപ്നം കാണുകയാണ്, അവർ ആരാകണം മുഖ്യമന്ത്രി, എത്ര മുഖ്യമന്ത്രിമാരാണ് രംഗപ്രവേശം ചെയ്യുന്നത്, കസേര ആരും നയിക്കണം, അയാളിരിക്കണം എന്നത് സംബന്ധിച്ച തമ്മിലടി. കോൺഗ്രസുകാർക്ക് അനുകൂലമായി വോട്ട് ചെയ്തവർ പോലും പറയുന്നു അബദ്ധമായി പോയി ഈ പേക്കൂത്ത് കാണുന്നത്. ഒരാൾ ഈ രംഗത്ത് അഖിലേന്ത്യാ തലത്തിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് തന്റെ പൂർവ്വകാലത്തിൽ തങ്ങൾ ഈ പ്രവർത്തനത്തിലേക്ക് വന്ന കാലഘട്ടം മുതലുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ടുള്ള വിവരണങ്ങൾ കൊടുത്തിരിക്കുന്നു. എന്തെല്ലാം അപമാനകരമായ സാഹചര്യം, ഒരു സ്ഥാനത്തിന് വേണ്ടിയുള്ള കടിപിടികൾ, ഇങ്ങനെ ഈ തരത്തിൽ അവർ ഒരു സന്ദർഭം ഏതെങ്കിലും തരത്തിൽ വീണ് കിട്ടിയാലുണ്ടാവുന്ന ദുരവസ്ഥ നമ്മൾ ഓർക്കേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനത ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആര് മുഖ്യമന്ത്രിയാകണമെന്നോ ആര് മന്ത്രിയാകണമെന്നോ ആര് മന്ത്രിയാകുമെന്നോ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള അഹന്തയും ഉയർത്തി അവകാശവാദം ഉയർത്തി നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. മറിച്ച് ജനങ്ങളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് അവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളാണ് നമ്മളുടെ വിശ്വാസം. ജനങ്ങളെ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുന്നു. ജനാധിപത്യത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ജനങ്ങളാണ് യജമാനന്മാർ. അതാണ് ജനാധിപത്യത്തിന്റെ ഉന്നതവും അതുപോലെ തന്നെ ഉജ്ജ്വലവുമായ ഉള്ളടക്കം. ആ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുള്ളതും അതിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നതുമെല്ലാം. ഇത്തരമൊരു ഘട്ടത്തിൽ നടക്കുന്ന മെയ്ദിനാഘോഷ പരിപാടികൾ ഏറ്റവും ഭംഗിയായി സമുചിതമായി സംഘടിപ്പിക്കാൻ സംഘാടക സമിതിക്ക് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെ കാലമായി അരനൂറ്റാണ്ടിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഇത്തരമൊരു മെയ്ദിനാഘോഷ പരിപാടി തുടക്കം കുറിച്ചത് പാമ്പാടി എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ ഇത്തരമൊരു മെയ്ദിന റാലി നടക്കുമ്പോൾ ഇവിടെ ഉന്നതന്മാരായ ഒട്ടനവധി നേതാക്കന്മാർ ഈ മെയ്ദിന റാലിയിൽ വന്ന് അണിചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, CPIഎമ്മിന്റെ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരോട്ട്, PB മെമ്പർ വൃന്ദ കാരോട്ട്, അതേപോലെ തന്നെ മുമ്പ് നിരവധി ഘട്ടങ്ങളിൽ PB മെമ്പർ മുഖ്യമന്ത്രിയുമായ സഹു പിണറായി വിജയൻ, സഹു കോടിയേരി ബാലകൃഷ്ണൻ, സഹു ES അച്യുതാനന്ദൻ, അതേപോലെ തന്നെ ദേശീയ തലത്തിൽ CITUവിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമാരായിട്ടുള്ള പ്രേമലത, അതേപോലെ തന്നെ നമ്മുടെ രാമചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി CITUവിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരെല്ലാം ഈ മെയ്ദിന റാലിയിൽ വന്ന് അണിനിരന്നിട്ടുണ്ട്. അവരൊക്കെ ദേശീയ തലത്തിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും പ്രകാശ് കാരോട്ട് തന്നെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ സൂചിപ്പിച്ചത്, ഞാൻ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മെയ്ദിന റാലിയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഇന്ത്യയിൽ മറ്റെവിടെയും കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ആവേശകരമായ ഒരു അനുഭവമാണ് പാമ്പാടിയിലെ മെയ്ദിന റാലി എന്ന് വിശേഷിപ്പിച്ചത് സഖാവ് പ്രകാശ് കാരോട്ടാണ്. നമ്മുടെ കർണപുടങ്ങളിൽ അത് ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു. അതിന് CITUവിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ ഇവിടെ വന്നുപോയി അദ്ദേഹം ഇതിൽ പ്രസംഗിച്ചതിന് ശേഷം തീക്കതിറിലും അതുപോലെ തന്നെ മറ്റു പത്രങ്ങളിലുമെല്ലാം അദ്ദേഹം എഴുതിയിരുന്നത്, അഖിലേന്ത്യാ വർക്കിംഗ് ക്ലാസ്സിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഞാൻ വായിച്ചു. ഈ മെയ്ദിന റാലിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ്. അങ്ങനെ അഖിലേന്ത്യാ സ്ഥലത്തിലും ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC അവരുടെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള മെയ്ദിന റാലി ഒരിക്കൽ അവതരിപ്പിച്ചപ്പോൾ പാമ്പാടിയിലെ മെയ്ദിന റാലിയായിരുന്നു. നമ്മൾ ലെനിന്റെ പടവുമായി അന്ന് മെയ്ദിന റാലി അണിനിരക്കുകയായിരുന്നു അന്ന് BBC യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ആഗോള മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യാൻ നടന്നിട്ടുള്ള മെയ്ദിന റാലിയാണ് പാമ്പാടിയിലെ മെയ്ദിന റാലി. ആ മെയ്ദിന റാലി പൂർവാധികം ഭംഗിയോടെ ശക്തിയോടെ ഈ ഉത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി അണിനിരുന്ന മുഴുവൻ തൊഴിലാളി സഖാക്കളെയും അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും എല്ലാം CITUവിന് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മെയ്ദിനാഘോഷ പരിപാടിയോടനുബന്ധിച്ചുള്ള സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.